ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഗസ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു. നമ്മൾ മലേഷ്യ സിംഗപ്പൂർ യാത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് സിംഗപ്പൂരിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്കവിടെ ചെന്നപ്പോൾ തന്നെ വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീൽ ചെയർ കിട്ടി. അങ്ങനെ ഞാൻ വീൽ ചെയറിലാണ്. അപ്പം മറ്റവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഉമ്മയും അസ്കറിക്കും മക്കളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലഗേജ് പിക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് അതുപോലെ നമ്മളുടെ എയർപോർട്ട് കുറച്ചധികം തന്നെ കാണാനുണ്ട്. ചങ്കി എയർപോർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. അപ്പോൾ അവിടെ കുറച്ചധികം തന്നെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെ കണ്ടതിന് ശേഷം സിംഗപ്പൂർ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം മണിക്കൂറിനൊക്കെ അവിടെ റൂം കിട്ടും എയർപോർട്ടിൽ തന്നെ. അങ്ങനെ റൂമിൽ നമ്മളൊരു 4-5 മണിക്കൂർ അങ്ങനെ ഉറങ്ങിയതിന് ശേഷം എണീറ്റ് ഫ്രഷായി. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ട് കറങ്ങി നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നമ്മൾ കിടന്നിട്ടൊക്കെയാണ്, ഫ്ലൈറ്റിലാണെങ്കിലും കിടന്നിട്ടാണ് പോകുന്നത്. അതുപോലെ എയർപോർട്ടിലേക്കൊക്കെ പോയത് കിടന്നിട്ട് തന്നെയായിരുന്നു, കാറിൽ കിടന്നിട്ട്. അപ്പോൾ ഇതാ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലിലാണ്. അപ്പോൾ ഉമ്മയൊക്കെ ഇതാ നേരത്തെ തന്നെ ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു ത്രില്ലിലാണ്, സിംഗപ്പൂർ പോയ ഒരു ത്രില്ലിലാണ് എല്ലാവരും. സിംഗപ്പൂർ എയർപോർട്ട് നമുക്ക് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഒരു ദിവസം തന്നെ കാണാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു ബാക്ക് പെയിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ അധികം അങ്ങനെ നടന്ന് കണ്ടിട്ടില്ല. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുലർച്ചെ 4 മണിയൊക്കെ ആയപ്പോഴാണ് സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉറങ്ങി എണീറ്റതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 11 മണി 11:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു കഫേയിൽ കയറിയതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഏതാണ് നമുക്ക് ഇഷ്ടമാവുന്ന ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. സിംഗപ്പൂർ ഫുഡൊന്നും നമ്മൾ കഴിച്ച് ശീലമല്ലല്ലോ. അപ്പോൾ എന്തായാലും കുട്ടികൾ നൂഡിൽസും കാര്യങ്ങളും അങ്ങനെ റൈസും ചിക്കനും അങ്ങനെയൊക്കെയുള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ അങ്ങനെ കഴിച്ചിട്ട്, അപ്പോൾ ഇത് അവിടെ സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ അവിടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവെക്കാൻ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പം ഞങ്ങൾ ഓരോ അത്ഭുതത്തോടു കൂടി ഓരോ കാഴ്ചകളും കണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അവിടെയൊക്കെ ഇത്രയും മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ ആ ഒരു വെള്ളച്ചാട്ടം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. വലിയ വലിയ പില്ലറുകളിലാണ് അതിൻ്റെ റൂഫൊക്കെ നിൽക്കുന്നത്. അപ്പം ഉമ്മയ്ക്ക് ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ നമ്മളവിടെ കണ്ടതിന് ശേഷം പിന്നെ താഴേക്ക് പോവുകയാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ താഴത്തെ ഫ്ലോറിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ ഈ ഒരു ബാക്ക് പെയിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അധികം ഒന്നും അങ്ങനെ അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേസി അസ്കർക്കൊക്കെ വീഡിയോസ് എടുത്തുനിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂരിൽ അസ്കർ ഖാൻ്റെ കസിൻ ഉണ്ട് കേട്ടോ. അവൻ അവിടെ സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവനാണ് നമ്മളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓരോന്ന് നമുക്ക് കാണിച്ചു തരുന്നതൊക്കെ. അപ്പം അങ്ങനെ അവന് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, എയർപോർട്ടിന് പുറത്തിറങ്ങി. അങ്ങനെ സിംഗപ്പൂർ സിറ്റിയിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ് സിംഗപ്പൂരിൽ പോണത്. മലേഷ്യയിൽ പിന്നെ ഞാനും അസ്കർക്കയും മക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളവിടെയുള്ളൊരു പാർക്കിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ബീച്ചൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് നല്ലോണം ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങളന്ന് വെറുതെ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസമാണ് സിംഗപ്പൂരിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം ഒന്ന് കവർ ചെയ്യാന്നുള്ള രീതിയിൽ ഫസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ കാണിച്ചു തരുമായിരുന്നു. കൊറിയയിലെന്ത് കൊറിയ എഴുതണേ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് പോവാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും വേണം. അപ്പം അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. അപ്പം സിംഗപ്പൂർ ഫ്ലയറാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ള സംസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് മാൻ ബിരിയാണി. മാൻ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മീറ്റ് എന്ന് പറയുന്നത് ഒരു മട്ടൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ സിംഗപ്പൂരിൽ ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ റൂം എടുത്തിട്ട് ലഗേജൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കി കറക്കമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിൽ ചെന്നതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷായി പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങാണ്. പിന്നെ നമ്മൾ പോയത് മറീന ബേ സാൻഡ്സിലാണ്. ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ആപ്പിൾ സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊന്ന് കയറി നോക്കുകയാണ്. മക്കൾ ഫസ്റ്റ് തന്നെ അവർ കയറിയിട്ട് അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് നേരം അവിടെ ഒരു ഫൗണ്ടെയിൻ ഷോ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോണത് അറബ് സ്ട്രീറ്റിലാണ്. അറബ് സ്ട്രീറ്റിലെ താരിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് നമ്മൾ അവിടുത്തെ സാഫ്രോൺ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. ഇതാണ് ഷോപ്പ്, ചെറിയൊരു ഷോപ്പാണ്. അപ്പം അതിനകത്ത് ഇരുന്ന് കഴിക്കാനെന്നുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ കുക്കീസും അതുപോലെ തന്നെ സാഫ്രോൺ ടീയും ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. കുക്കീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റായി കിടന്നിട്ട് നല്ലൊരു ചോക്ലേറ്റ് കുക്കീസ് ആയിരുന്നു. പിന്നെ ഇതാ സാഫ്രോൺ ടീ ആണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. സാഫ്രോൺ ടീ നമ്മൾ കോൾഡും അതുപോലെ തന്നെ ഹോട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. കോൾഡാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇരുന്നിട്ട് ഇതൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ അറബ് സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇതാണ് അറബ് സ്ട്രീറ്റ്. അങ്ങനെ അറബ് സ്ട്രീറ്റൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നല്ലോണം ഉറങ്ങി എണീറ്റതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് കസിൻ്റെ പേര് നാസറുദ്ദീൻ എന്നാട്ടോ. അപ്പോൾ അവന് വന്നു. അപ്പോൾ അവന് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നമ്മളിതാ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ 2 ദിവസം സിംഗപ്പൂരിൽ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സ്ഥിതി കുറച്ചൊന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ദിവസം മാത്രമാണ് പിന്നെ സിംഗപ്പൂരിൽ നിന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ നമ്മളിവിടെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ മലേഷ്യയിലേക്ക് പോവുകയാണ്. മലേഷ്യയിലാണ് ആസ്കർഖാൻ്റെ കസിന് താമസിക്കുന്നത്. അപ്പോൾ അവൻ്റെ വില്ലേക്ക് അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്ക് 2 ദിവസത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മെർലയൺ പാർക്കിലാണ്. അപ്പോൾ ആ ഒരു ലയൻ്റെ വായിന്ന് വെള്ളം വരുന്നത് അത് നമ്മളെപ്പോഴും കാണുന്നതായിരിക്കും അല്ലേ. എല്ലായിടത്തും സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ സിമ്പിൾസ് ആണതൊക്കെ. പിന്നെ നമ്മൾ പോയത് സെൻറ്റോസ ഐലൻഡിലാണ്. അപ്പോൾ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളെല്ലാം ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ പാർക്കും അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗാർഡൻ ബൈ ദ ബേ ആണ്. അപ്പം അവിടെ ഒരു ഗാർഡനാണ്. അത് നല്ല ഭംഗിയാണ് കാണാൻ. വൈകുന്നേരം പോയിട്ട് അവിടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ എനിക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് വേഗം മലേഷ്യയിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് കണ്ടു തീർക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ആകെക്കൂടെ മര്യാദയ്ക്ക് കാണാൻ പറ്റിയത് ഈ ഒരു ഗാർഡനാണ്. അപ്പോൾ അതിൽ ഈ ഒരു വണ്ടിയിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ അവർ ചുറ്റി കാണിച്ചു തരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാർക്കോ അങ്ങനെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാണാൻ വന്നിട്ടില്ല. ഗാർഡൻ ഫുള്ളായിട്ട് തന്നെ ചുറ്റിക്കറങ്ങി ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. Is open 24 hours daily, offering a superb architecture. Their design is dictated by light, which limit plant growth. Instead, a grid shell is around Bay South, providing irrigation for plants and a cool to cleanse water from rain runoff. The reeds help improve the lake's water quality by absorbing excess nitrogen. A garden is a reproduction of the natural environment. That's why features like ponds and boulders, a mountain and water for rivers and waterfalls. അപ്പോൾ ഇവിടെ ഫ്രൂട്ട് ഗാർഡൻ അതുപോലെ ചെടികളുടെ ഗാർഡൻ അങ്ങനെ ഉള്ള നല്ലൊരു അടിപൊളി ഗാർഡൻ കാണാനുള്ളൊരു ഗാർഡനാണ്. അപ്പോൾ അവിടെ ഇന്ത്യൻ ഗാർഡൻ, ചൈനീസ് ഗാർഡൻ, അതുപോലെ സിംഗപ്പൂർ ഗാർഡൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷനായിട്ട് ഓരോന്നങ്ങനെ കാണിച്ചു തരും. അവർ തന്നെ ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങനെയാണ് കൊണ്ടുപോവുക.
അങ്ങനെ ഞങ്ങൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൻ്റെ സുവനീർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അതിനകത്ത് തന്നെ ടീഷർട്ട്, ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഈ ഒരു സുവനീർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. സിംഗപ്പൂർ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മളുടെ ഒരു 65 റുപ്പീസാണ് സിംഗപ്പൂരിൽ ഒരു സിംഗപ്പൂർ ഡോളർ എന്ന് പറയുന്നത്. അപ്പം അത്രയും ഒരു വാല്യൂ ഉള്ളൂ നമ്മളുടെ ഇന്ത്യൻ റുപ്പിക്ക് അവിടെ. ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കസിൻ അവൻ്റെ വർക്കിനൊക്കെ ആയിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവൻ്റെ വർക്കും അതിനിടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് വിടുകയാണ് കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് തന്നെ നമ്മൾ മലേഷ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത രാജ്യത്തിലേക്കാണ് പോണത്. അപ്പം ബോർഡറിൽ അതിനുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ, നമ്മളുടെ വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിതാ മലേഷ്യയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. മക്ലൂബ റൈസും അതുപോലെ തന്നെ മന്തി റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെയാണ് നമ്മൾ കസിൻ്റെ വില്ലയിൽ പോണത്. അപ്പോൾ അവർ മലേഷ്യയുടെ ബോർഡറിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ മലേഷ്യയിലെ ചില വഴികളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ കേരളത്തിലെ ഓരോ വഴികളിലൂടെയൊക്കെ പോകുന്ന പോലത്തെ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ കാണുന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ അവരുടെ വില്ലൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അവരുടെ വില്ല. 100-300 വില്ലകളുള്ള ഇതിൽ ഒരു വില്ലയാണ് അവരുടേത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇനി 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കസിൻ എന്ന് പറയുന്നത് ഹസ്കർ ഖാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവരുടെ വില്ലയിലെത്തിട്ടോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.